ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീന മനുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എറണാകുളത്തോ? അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് പോയല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ മനുവേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്കിള് പോയായിരുന്നു വീട്ടിലേക്ക്, അന്നേരം അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ അച്ഛൻ വന്ന എന്നോട് പറഞ്ഞത് അവിടെ ആരുമില്ല എന്നും എറണാകുളത്ത് പോയെന്നും ഉള്ള കാര്യങ്ങൾ മുഴുവനും അച്ഛൻ എന്നോട് തുറന്ന് പറഞ്ഞത്. എന്നോടൊരു വാക്ക് പറഞ്ഞില്ല എറണാകുളത്ത് പോവുകയാണെന്ന്. അയ്യോ, അത് പിന്നെ മനുവേട്ടാ, ഞങ്ങൾ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. അതാ പറഞ്ഞത്, എന്നെയും കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ? ഞാനും കൂടി വരുമായിരുന്നല്ലോ. ഓ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പോയല്ലേ? എന്നെക്കുറിച്ച് ഒരു വാക്ക് പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. ഓ, ഇത്രയൊക്കെയല്ലേ ആൾക്കാർ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുക. അലീന വിളിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മനു ആണെങ്കിൽ വീണ്ടും അലീനയെ വിളിക്കുകയാണ്. ഓടിച്ചാടി അലീന ഫോൺ എടുക്കുകയാണ്. ആ മനുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്, ദേ ഞാൻ ദേഷ്യത്തിൽ ആ ഫോൺ വെച്ചെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി മനുവേട്ടാ. പിന്നെ എന്താ തിരിച്ച് വിളിക്കാതിരുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, തിരിച്ച് വിളിക്കണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ദേ വിളിക്കാനുള്ളൊരു ഗ്യാപ്പ് തരണ്ടേ? അപ്പം തന്നെ മനുവേട്ടൻ തിരിച്ചെന്നെ വിളിച്ചില്ലേ? പിന്നെ എങ്ങനെയാ മനുവേട്ടാ ഞാൻ തിരിച്ചു വിളിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഡൗട്ട് അടിച്ചങ്ങ് നിന്നത്. ഓഹോ, അത് ശരി. അതെ, എറണാകുളത്തേക്ക് പോയപ്പോൾ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകാമായിരുന്നു മനുവേട്ടാ. അവിടെ അച്ഛനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എവിടെ പോയി അങ്കിളെങ്ങോട്ട് പോയത്? അറിയില്ല, ഒരു ദൂരയാത്രയാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോയത്. എങ്ങോട്ടാണ് എന്താണ് എന്നൊന്നും പറഞ്ഞില്ല. അപ്പം പിന്നെ ഞങ്ങൾ ചോദിച്ചു രേവതി കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ എന്ന്. അച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നതാ, അല്ലാതെ മനുവേട്ടനെ കൊണ്ടുവരാൻ മടിയായത് കൊണ്ടൊന്നും അല്ല. മനുവേട്ടനെ കൊണ്ടുവരാനുള്ള സമയമൊന്നും ചോദിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല മനുവേട്ടാ. അതുകൊണ്ടല്ലേ മനുവേട്ടാ. ശരി ശരി, ഇനി ഓരോ കാര്യങ്ങളും പറഞ്ഞ് എക്സ്ക്യൂസസ് പറയണ്ട. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ സുഖമാണല്ലോ മനുവേട്ടാ, ഇവിടെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മനുവേട്ടാ എന്നിങ്ങനെ പറയണം. അയ്യോ മനുവേട്ടാ, ഇപ്പോൾ വൈജ മേഡം അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഞങ്ങൾ ഇവിടെയാണെന്നും? അറിഞ്ഞു. വൈജാൻറ്റി അറിഞ്ഞല്ലോ, അത് പിന്നെ അറിയാതിരിക്കില്ലല്ലോ. ഇനി അതിനായിരിക്കും ഉടക്ക്. ഇനി വരുമ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. അപ്പം രേവതിക്കുട്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാണേ. അങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടാ, ഇവിടെ ഒരാള് രേവതിക്കുട്ടി ദേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നോക്കൂത്തിനെ പോലെ തന്നെ. അത് ശരി, അപ്പോൾ നിങ്ങൾ കിടന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരൊക്കെ പോയി കിടന്നതാ. പിന്നെ ഞാനും കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് മനുവേട്ടൻ്റെ കോള് വന്നത്. അതുകൊണ്ട് മനുവേട്ടനോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ദേ അവിടെ നിന്ന് ഒരാൾ ഹായ് കാണിക്കുന്നുണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അന്വേഷണവും പറഞ്ഞേര്. അപ്പോൾ രേവതിക്കുട്ടിയും അന്വേഷണം പറയാനായിട്ട് പറയുകയാണ്. ശരി, എങ്കിൽ പിന്നെ താമസിക്കണ്ട, പോയി കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ശരി മനുവേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ചെന്നിട്ട് സംസാരം കഴിഞ്ഞോ, കിന്നാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? സംസാരം എല്ലാം കഴിഞ്ഞിട്ടോ, എങ്കിലേ നമുക്ക് പോയി കിടന്നാലോ? കിടക്കാലോ, അതിനെന്താ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒരു കാര്യം, കിടക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരാളെയും കൂടി വിളിച്ചോട്ടെ. ഇനി ആരാ വിളിക്കാനുള്ളത്? അത് പിന്നെ എൻ്റെ അച്ഛനെനിക്ക് വിളിക്കണ്ടേ? അച്ഛൻ എവിടെയാണ് എന്താണെന്നൊന്നും അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനൊന്ന് വിളിക്കട്ടെ, അതിനുശേഷം കിടക്കാം. ശരി ശരി, ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ അലീന ഫോൺ എടുത്തിട്ട് നേരെ ബാലേന്ദ്രനെ വിളിക്കാം. ബാലേന്ദ്രൻ ഫോൺ എടുത്തിട്ട് ഹലോ മോളെ, നീ കിടന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ കിടന്നില്ല, പിന്നെ അച്ഛനെ വിളിച്ചിട്ട് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു. അച്ഛനിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തിനാ അച്ഛൻ പോയത്? അതൊക്കെ വരുമ്പോൾ അറിയോന്നേ. എന്തിനാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എല്ലാവരും മക്കളെല്ലാവരും കിടന്നുറങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരൊക്കെ കിടന്നുറങ്ങി. ഞാൻ പിന്നെ അച്ഛനെയും കൂടി വിളിച്ചിട്ട് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു. എങ്കിൽ പിന്നെ കൂടുതൽ താമസിക്കണ്ട, കിടന്നോ എന്ന് പറയുകയാണ്. ശരി അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇപ്പം എല്ലാവരെയും വിളിച്ച് കഴിഞ്ഞല്ലോ, ഇപ്പം സമാധാനമായില്ലേ? സമാധാനമായി, സന്തോഷമായി. ഇനിയേ നമുക്ക് പോയി കിടക്കാം. എന്നിട്ട് നാളെ എങ്ങോട്ടാണ് പോകുന്നതിൻ്റെ പ്ലാൻ ഒന്ന് ചെയ്യാം നമുക്ക്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
ബാലേട്ടാ എവിടെയാ ബാലേട്ട പോകുന്നത്? ആ പോകാന്നേ, കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോ. അപ്പതേ കൊട്ടാരമുറ്റത്തെത്തി. അങ്ങനെ കൊട്ടാരമുറ്റത്തിൻ്റെ വാതിക്കലോട്ട് അങ്ങോട്ട് കയറുകയാണ്. ഇത് ആരുടെ വീടാണ് ബാലേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ടല്ലേ ചെല്ലുന്നത്, നോക്കാം അവിടെ പോയിട്ട് അത് ആരുടെ വീടാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ഞാൻ അന്വേഷിക്കട്ടെ, അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. എന്തൊക്കെയാ ബാലേട്ടി പറയുന്നത്? അതെ ഗോവർദ്ധ, താൻ വരണ്ട കേട്ടോ, താൻ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഏതായാലും പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ, അവരുടെ പെരുമാറ്റവും അവിടെ ആരാണ് താമസിക്കുന്നതും എന്നൊക്കെ ഒന്ന് ഞാൻ അറിയട്ടെ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഗോവർദ്ധനെ വിളിക്കാം. ആ അത് മതി ബാലേട്ട, അതിനെന്താ ഇപ്പോൾ കുഴപ്പം, അത്രേ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നേരെ അങ്ങോട്ട് ചെല്ലുക. നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കോളിംബെല്ലടിക്കുകയാണ്. കോളിംബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവതക്കുട്ടി ചായനെ കാണിക്കുകയാണ്. അപ്പോൾ അവതക്കുട്ടി ചായനോട് എന്താണ് കൊച്ചുമോൾ ചോദിക്കണ്ട, ചായ ആരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ചായ കഥക് തുറക്കണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കഥക് തുറക്ക്, എന്നെ കാണാൻ ആര് വരാനടിവേ, എന്നെ കാണാനായിട്ട് ആരും വരാനായിട്ട് പോകുന്നില്ല. ആ പിന്നെ നിന്റെ ഭർത്താവിനെ വല്ലതും കാണാൻ വേണ്ടി വന്നതായിരിക്കും, എന്ത് ചെയ്യാനാണ്, നീ കഥക് തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി കഥക് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആരാ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ബാലചന്ദ്രൻ അങ്ങ് ഒന്ന് വരികയാണ്, എനിക്ക് ഔദച്ചായനെ ഒന്ന് കാണുക, ഔദച്ചായൻ്റെ വീടല്ലേ ഇത് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഇത് ഔദക്കുട്ടിയുടെ വീടല്ല, ഇത് ഇന്ന ആളുടെ വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഓ അപ്പോൾ ഔദക്കുട്ടിയുടെ വീടാണെന്നും പറഞ്ഞാണല്ലോ എനിക്ക് ലൊക്കേഷൻ തന്നത്, അപ്പോൾ ഇത് അല്ലല്ലേ, ആ ഇവിടെയും വരും, പിന്നെ സ്റ്റാലിൻ്റെ അടുത്തും പോകും, അങ്ങനെ കുറേ പേരുകൾ പറയാണ്. ഓ അപ്പോൾ ഇദ്ദേഹം ഒരു ദേശാടന കിളിയാണ് എന്നും പറയാം, ആ അങ്ങനെയും പറയാം, ആ നിങ്ങളകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അകത്തേക്ക് ക്ഷണിക്കുകയാണ് ബാലേന്ദ്രനെ. ഇച്ചായനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നെ കാണാനോ? ഇതാരാണോ എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത്? ആരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കാണാൻ വന്നത് വേറൊരാളെയാണ്, പിന്നെ ഔദിച്ചായൻ്റെ വീട്ടിൽ ചെന്നാൽ മതി, അയാളെ കാണാൻ പറ്റും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല ആരെ കാണാൻ വേണ്ടി വന്നത്? അത് പിന്നെ സ്റ്റാലിനെ കാണാൻ വേണ്ടി വന്നു. ഓ അത് ശരി, സ്റ്റാലിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടാണോ വരേണ്ടത്? അവൻ താമസിക്കുന്നത് വേറെ സ്ഥലത്തല്ലേ, അങ്ങോട്ടല്ലേ പോകേണ്ടതെന്ന് പറയാണ്. അല്ല എനിക്ക് സ്റ്റാലിൻ്റെ വീട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ വീട് എൻ്റെ ലൊക്കേഷനായി ഇട്ട് തന്നതേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ എന്തായാലും നിങ്ങൾ വന്നേല്ലേ, ഇരിക്കുക നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ പിടിച്ച് ഇങ്ങനെ ഇരുത്തുകയാണ്. അതെ നീ പോയി കോഫി ഇട്ടിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ കോഫി ഇടാനായിട്ട് ചെല്ലുക. ഇപ്പോഴേക്കും ഇവരുടെ 3-4 മക്കളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അല്ല സ്റ്റാലിനായിട്ട് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതെ ഈ സ്റ്റാലിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നേച്ചാൽ ഒരു മിലിറ്ററിക്കാരൻ തന്നെയാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതേ, അപ്പോൾ അതുകൊണ്ടൊന്ന് കാണാൻ വരാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെ, ആ അവനൊരു മിലിറ്ററിക്കാരനാണ്, ആ റിട്ടയേർഡ് മിലിറ്ററിക്കാരൻ, അപ്പോൾ അവനെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും. അതെ എങ്കിൽ പിന്നെ ഞാൻ ഫോൺ വിളിച്ചു തരാം, ഫോണിൽ കൂടി സംസാരിച്ചോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫോണിൽ കൂടി സംസാരിക്കേണ്ട കാര്യമില്ല, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയാണ്. എങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ ചെല്ലണം. അപ്പോഴത്തെ പെണ്ണ് കോഫി ആയിട്ട് വരികയാണ്. അതെ ഞങ്ങളെല്ലാവരുടെ കോഫിയാണ് കുടിക്കുന്നതേ, അതുകൊണ്ട് കോഫി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് വേണമെങ്കിലും കുടിക്കും എന്ന് പറയുകയാണ്. നല്ലൊരു ക്യാരക്ടറാണല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പട്ടാളത്തിലാണോ? അല്ല ഞാൻ പട്ടാളത്തിലൊന്നുമല്ല, പക്ഷേ എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയി, പക്ഷേ സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് യഹൂദ. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ എന്താ നിങ്ങളുടെ ബിസിനസ് എന്താന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സ്വർണ്ണമുണ്ട്, പിന്നെ ജൗളിക്കടയുണ്ട്, ഇരുമ്പ് കടയുണ്ട്. ആഹാ കൊള്ളാലോ, മിടുക്കനാണല്ലോ, അപ്പം എല്ലാം ഉണ്ട് അല്ലേ, ഒറ്റക്കാണോ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല കാറിനകത്ത് ഒരാളും കൂടി ഉണ്ട് എന്ന് പറയാണ്. അതാരാ? അതെൻ്റെ അളിയനാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ശരി, എന്നിട്ട് അളിയൻ അവിടെ ഇരുത്തിക്കോട്ടാണോ ഇങ്ങോട്ട് വന്നത്? അദ്ദേഹത്തെ കൂടി വിളിക്കാറില്ല മോളെ, അദ്ദേഹത്തെയും കൂടി വിളിച്ചുകൊണ്ട് വാ. വേണ്ട ഇപ്പം ഏതായാലും പോകാനുള്ള സമയമായല്ലോ, ഞങ്ങൾ പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാണ്.
എങ്കിൽ പിന്നെ മോളെ ഒരു കപ്പ് കോഫി കൊടുത്തിട്ട് വാ. അയ്യോ വേണ്ടായിരുന്നു, അത് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നു. അദ്ദേഹം കാറിൻ്റെ ഉള്ളിൽ അങ്ങനെ തനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് കോഫിയും കൂടി കൊടുക്കാതിരുന്നാൽ അത് വളരെ മോശക്കേടല്ലേ? അപ്പോൾ അതുകൊണ്ട് മോളെ പോയി ഒരു കോഫി കൊടുത്തിട്ട് വാ എന്ന് പറയാം. അങ്ങനെ കോഫി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് വന്നിട്ട് ഇത് ആരാണ് അച്ഛാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ അത് നമ്മുടെ സ്റ്റാലിനെ കാണാൻ വന്നവനാടാ, എന്തൊക്കെയോ കൂടുതൽ സംസാരിക്കാനുണ്ടെന്ന് പറയണത്. നിനക്ക് എപ്പോഴും ഈ ഉറക്കവും കുടിയും മാത്രമല്ലേ ഉള്ളൂ. അത് പിന്നെ ഇന്നലെ ഒരു പാർട്ടിക്ക് പോയിട്ട് എടാ നിനക്ക് നാണം ഉണ്ടോടാ? നീ എന്തിനാടാ ഇങ്ങനെ കുടിച്ച് വഷളാവുന്നു? അയ്യോടാ പിന്നെ കുടിക്കാത്ത ഒരാൾ അച്ഛന് നല്ല ബൂസാണല്ലോ. അത് പിന്നെ ഞാൻ സ്റ്റാലിൻ്റെ വീട്ടിൽ പോയാൽ 1-2 അടിക്കും, അത്രേ ഉള്ളൂ. അവിടെ നല്ല സാധനം കിട്ടുമല്ലോ, മിലിറ്ററി സാധനമല്ലേ അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇച്ചിരി കുടിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ പൂസായി അടിച്ച് വിറ്റായൊന്നും എല്ലായിടത്തും കിടക്കുകയൊന്നുമില്ല. അപ്പോഴേക്കും പറയണേ എങ്കിൽ പിന്നെ ഞാനൊരു ഗ്ലാസ് പോയി മോരും വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അതാ നല്ലത്, നിന്റെ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ഭാര്യയാണെങ്കിൽ ഗോവർദ്ധന് ചായ കൊണ്ട് കോഫി കൊണ്ട് കൊടുക്കാം, എന്നാ കോഫി എന്നും പറഞ്ഞു വിട്ട്. അയ്യോ കുറച്ച് തണുത്ത് പോയട്ടോ. അത് സാരമില്ല, എന്നാലും ഇത്രയും ദൂരം വന്ന് കൊണ്ടു തന്നല്ലോ, അത് തന്നെ നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എവിടെയാ വീട്, എന്തിനാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും ഏതായാലും ഇവിടം വരെ വന്നല്ലോ കാണാൻ വേണ്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഔതക്കുട്ടിനോട് പറയണമെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ, ഞാൻ ഏതായാലും സ്റ്റാലിനെയും കൂടി ഒന്ന് കാണാൻ പോട്ടെ. ശരി ആയിക്കോട്ടെ, അവൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ വിളിച്ചായിരുന്നു, അപ്പോൾ അവൻ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബാലേന്ദ്രൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെണ്ണ് കോഫി ക്ലാസ്സായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പുറപ്പെട്ടാലോ ബാലേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടിയിലേക്ക് കയറുമ്പോൾ ഈ ഔതക്കുട്ടി പുറത്തേക്ക് വന്നിട്ട് ഒരു രൂക്ഷമായിട്ടൊരു നോട്ടം, ഇവരത് കാണുന്നില്ല. എന്തൊക്കെയോ മനസ്സിലിരിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ബാലേട്ടാ കാണാൻ വന്ന ആളെ കണ്ടോ? ഇല്ല, കാണാൻ വന്നയാളെ കണ്ടില്ല. ഇനി നമ്മൾ അങ്ങോട്ടാ പോകുന്നത് സ്റ്റാലിനെ കാണാൻ വേണ്ടി. ആരാണ് ബാലേട്ടാ ഈ സ്റ്റാലിൻ? അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് അറിയാന്നേ സ്റ്റാലിൻ ആരാണെന്ന്. പക്ഷേ ഈ വീട്ടുകാരുടെ നല്ല പെരുമാറ്റം കേട്ടോ. ഇത്രയും നല്ല മര്യാദയുള്ള ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നീ എന്താ വിചാരിച്ചത് എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെയാണെന്നോ? എടാ നല്ലതും ഉണ്ടടാ. അപ്പം നല്ലതാണോ കൂടുതൽ ചീത്തതാണോ? രണ്ടും ഉണ്ട് എന്നിങ്ങനെ പറയണം. നീ വണ്ടി എടുക്കാൻ നോക്ക്, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നേരെ അങ്ങോട്ട് തന്നെയാ, വെച്ചടിച്ച് പോകാൻ പോവാ നമ്മൾ. ശരി ബാലേട്ടാ എന്നും പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.